അൽ ഹറാം വേഴ്സസ് അൽ നസർ. CR7 സൗദിയിൽ എത്തിയതിന് ശേഷം നമ്മൾ കുറെ ഈ ഒരു റിയാദ് ഡെർബി കണ്ടു, അൽ ക്ലാസിക്കോ കണ്ടു, ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ മാച്ചിലും അൽ നസർ ഗെറ്റ് കുക്ക്ഡ്. ഇതൊക്കെ കണ്ട് ശീലായതുകൊണ്ടും മനസ്സ് മരവിച്ചതുകൊണ്ടും ഒക്കെ ആണോ എന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ മാച്ചിൽ ഞാൻ അത്ര വലിയ പ്രതീക്ഷ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഗസ് വാട്ട്, അൽ നസർ ഫോർ എ ചേഞ്ച്, അൽ നസർ കുക്ക്ഡ് അൽ ഹിലാൽ മാൻ. ലൈക്ക് സീരിയസ്ലി, ഒരു ലൈഫ് ലോങ് അൽ നസർ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറേ ഡെർബീസ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതുവരെ കാണാത്ത എന്തൊക്കെയോ ഞാൻ ഇന്നലെ അൽ നസറിന്റെ ഭാഗത്തു നിന്ന് കണ്ടു. പ്ലേയേഴ്സ് ആക്ച്വലി ഒരു പാഷൻ, കുറച്ച് വാശിയൊക്കെ വെച്ച് കളിക്കണു, നല്ലോണം പ്രസ് ചെയ്യണു, ഡിഫൻഡേഴ്സ് ബുദ്ധി ഉപയോഗിച്ച് കളിക്കണു. സിമക്കാനൊക്കെ ആ ചെങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽ ഹിലാൽ അത്രക്കും മോശമായി കളിച്ചതുകൊണ്ട് അൽ നാസർ തട്ടിമുട്ടി ജയിച്ച ഒരു മാച്ച് ഒന്നല്ലത്. അൽ ഹിലാൽ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ചില സമയത്തൊക്കെ 2 ഗോളിന്റെ ലീഡൊക്കെ അൽ ഹിലാൽ ഈസി ആയിട്ട് തിരിച്ചടിക്കുന്നവരെ തോന്നിച്ച മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അൽ നാസറിന്റെ ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡേഴ്സ് ഒരുമിച്ചിരുന്ന് കളിച്ചു. ഇനി അവരെ ബ്രേക്ക് ചെയ്താൽ തന്നെ ബെൻഡോ, ഗോൾ കീപ്പർ ആളുടെ പാർട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു. ബ്രോസോവിച്ച് മാച്ചിന്റെ മുഴുവൻ സമയവും ഫുൾ ടൈം അത്രക്കും ആക്റ്റീവ് ആയിട്ടാണ് ആൾ കളിച്ചത്. ബോൾ റിസീവ് ചെയ്യണു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ആളുടെ ഉള്ളം കയ്യിൽ ഉണ്ടായിരുന്നു. ആൻഡ് സാദിയോ മാനെ, ആൾക്കൊരു ഡൗൺഫാൾ ഉണ്ടായിരുന്നു കേട്ടോ അൽ നാസറിൽ. കഴിഞ്ഞ ആളും അവസരത്തിനൊത്ത് ഉയർന്നിട്ടുണ്ട്. ഈ ഒരു മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ എക്സ്പെഷ്യലി ഒരു സെക്കൻഡ് ഹാഫ് വരെയൊക്കെ CR7 പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അൽ നാസറിന്റെ അറ്റാക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തത്. എനിവേ, പെർഫോമൻസിന്റെ കാര്യത്തിൽ ഓരോ അൽ നാസർ പ്ലെയറും അവരുടെ മാക്സിമം എഫേർട്ട് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളിയാവുമ്പോൾ തോൽക്കും ജയിക്കും, അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിന്റെ പേരിൽ കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബട്ട് എഫേർട്ട് ഇടാതെ, അവരുടെ 100% കൊടുക്കാതെ അന്തല്ലാതെ കളിച്ച് തോൽക്കുമ്പോഴാണ് നമുക്കായാലും ഇനിയിപ്പോ ആക്ച്വൽ ഫാൻസിനായാലും എന്താ പറയാ, ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവുക. മാച്ചിൽ തേല് കണ്ടപ്പോ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. അത്രയും പെർഫെക്റ്റ് സ്ട്രൈക്ക്, ബോന് അമ്മാതിരി ഡൈവ് നടത്തിയിട്ടും ആൾക്ക് കിട്ടിയില്ല. അങ്ങനത്തെ ഒരു ടോപ്പ് കോർണർ ഷോട്ടാ. സീരിയസ്ലി കുറച്ച് കാലമായിട്ട് ആൾക്ക് പെനാൾട്ടി എടുക്കുമ്പോൾ ആ ഒരു പ്രഷർ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി പ്രഷർ ഫീൽ ചെയ്യാത്ത ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെ. എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരൊറ്റ പെനാൾട്ടി പോലും ഞാൻ മിസ്സാക്കിയില്ല. CR7 പെർഫോമൻസിൽ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിലെ പോലെ കുറേ ആൾക്കാരുണ്ടാവും, ഈ മെസ്സി ഫാൻ ആയോണ്ടില്ല CR7 കുറ്റം പറയണമെന്ന് പറഞ്ഞ് വരുമെന്ന് എനിക്കറിയാം. ക്രൈ മോർ. ഞാൻ പറയുന്ന ഒരു കാര്യം, മാച്ച് കണ്ടിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അത്ര വലിയ അൽ നാസർ പ്ലേയേഴ്സ് കൗണ്ടർ അടിക്കാൻ നോക്കുന്ന സമയത്ത് CR7 ആ ഒരു പ്ലേ സ്ലോ ആക്കും. അല്ലെങ്കിൽ എന്താ പറയാ, ജസ്റ്റ് ഈ ഒരു മൊമെന്റ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. അപ്പുറത്തെ സൈഡിൽ ജോൺ ഡൂറാൻ അത്രക്കും ഫ്രീയാ. CR7 ആളുടെ പാസിംഗ് എബിലിറ്റിയിലൊന്ന് പോലെ വേറെ 1-2 മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ആള് കറക്റ്റ് സംഭവം ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ചെയ്യുമ്പോത്തിന് കുറച്ചും കൂടെ ടൈം എടുക്കും. അൽ ഹിലാൽ പ്ലേയേഴ്സ് കറക്റ്റ് ഡിഫെൻഡ് ചെയ്യാനെത്തും. തെറി വിളിക്കാൻ റെഡി ആയിട്ട് കുറെ മണാങ്കുണാഞ്ചന്മാരുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ആകെ CR7നെയും ജോൺ ഡുറാനെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പൊ ജോൺ ഡുറാനാണ് CR7 കറക്റ്റ് പൊസിഷനിൽ ഉണ്ടായിട്ട് ക്രോസ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ജോൺ ഡുറാനെ തെറി വിളിക്കൂലേ? അല്ലെങ്കിൽ അണ്ണന് ഇവരാരും പാസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞ് കരയൂലേ? അത്ര തന്നെ ഉള്ളൂ. വേറെ ഇത് CR7 കുറ്റം പറയുന്നല്ല. ഓൾസോ ഇതൊക്കെ ഗോൾ ആയിനെങ്കിൽ ഉണ്ടല്ലോ, രോമാഞ്ച പുളകിതനായിരുന്നു. ഈ ഒരു ജയം കൊണ്ട് അൽ നാസറിന് ലീഗിൽ അത്ര വലിയ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും അവരുടെ മാനം കാക്കാൻ പറ്റിയിട്ടുണ്ട്. കുറെ കാലമായി നാണം കെടണു. വേറെപ്പം എന്താ, KDB ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയോടൊപ്പമുള്ള ആളുടെ ലാസ്റ്റ് സീസൺ ആണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഷോ ഷാഡ്, ലെറ്റ്സ് ഗോ, കം ടു അൽ നാസർ ലിൽ ബ്രോ, കം ടു അൽ നാസർ. ഇനി അണ്ണൻ്റെ ഒപ്പം കളിച്ച് ആ ഒരു 1000 ഗോൾ വേയാക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇതിന് മുന്നേ അൽ നാസർ ആൻഡ് KDB തമ്മിലുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല, ബട്ട് ദർ ഈസ് എ ചാൻസ് ആൻഡ് ലെറ്റ്സ് ഹോപ്പ്. അത്രക്കുള്ളൂ. ബൈ.